ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോൾട്ട് ആൻഡ് പെപ്പർ. നിങ്ങളുടെ ചാനൽ പുതിയതായിട്ടാണെങ്കിൽ എൻ്റെ പേര് റാണി. കുറച്ച് ദിവസങ്ങളായിട്ട് സുരേഷ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കോഴിക്കോട്ട ഉണ്ടാക്കാം. അമ്മച്ചിയാണ് എപ്പോഴും ഉണ്ടാക്കി തരുമായിരുന്നു. ഇവിടെ വന്നിട്ട് നീ എനിക്ക് ഇതേവരെ ഉണ്ടാക്കി തന്നിട്ടില്ല എന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ ഇന്ന് എല്ലാവരും ഇന്ന് വീട്ടിലുള്ള ദിവസം നമുക്കിന്ന് കോഴിക്കോട്ട ഉണ്ടാക്കുന്നത്. അത് ഞാൻ അമ്മച്ചിയെ വിളിച്ചു. അമ്മച്ചി ഒരുപാട് ഇങ്ങനത്തെ സ്നാക്ക് ഐറ്റംസ് ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ്. അമ്മച്ചിയോട് ചോദിച്ചിട്ട് അമ്മച്ചി ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മളിന്ന് കോഴിക്കോട്ട ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്നും കൊണ്ടുവന്നേക്കുന്ന അരിപ്പൊടിയാണ് ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. നമ്മുടെ പുട്ടിനോ അല്ലെങ്കിൽ അപ്പത്തിനൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അരിപ്പൊടി. ഇത് നല്ല വറുത്ത പൊടിയാണ്. ഈ പൊടിക്ക് പ്രത്യേകതകളുണ്ട്. ഇത് ഞങ്ങളുടെ പാടത്തെയാണ് കേട്ടോ, ഞങ്ങളുടെ പാടത്തെ അരിയാണ്. പപ്പ പൊടിച്ച് തന്നു വിട്ടതാണ്. ഇത് വറുത്ത് പൊടിച്ച് വെച്ചേക്കുകയാണ്. ഇത് ഒരു 1.25 കപ്പോളം ഞാനിപ്പം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ട ഉപ്പ് ആഡ് ചെയ്യുക. നിങ്ങളിപ്പം 1.25 കപ്പ് എന്നെ പോലെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 1.25 കപ്പ് തിളച്ച വെള്ളമാണ് ആഡ് ചെയ്യേണ്ടത് കേട്ടോ. 1 കപ്പ് ഇപ്പം അരിപ്പൊടി എടുത്തെങ്കിൽ 1 കപ്പ് തിളച്ച വെള്ളം, വെട്ടി തിളയ്ക്കുന്ന വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത്. അപ്പം നമ്മുടെ അരിപ്പൊടി ശരിക്കും വെന്ത് നിങ്ങൾക്ക് അറിയാമല്ലോ, നന്നായിട്ട് വരും. അപ്പം ഞാൻ 1.25 കപ്പ് എടുത്തുകൊണ്ട് 1.25 കപ്പ് വെള്ളമാണ് ഇതിൽ ഒഴിക്കാൻ പോകുന്നത്. അതിൽ ഓക്കെ ആവും. നിങ്ങൾക്ക് ഉപ്പ് ഇതിലേക്ക് ഡയറക്റ്റ് കുടയേണ്ടത് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വെള്ളത്തിലേക്ക് തന്നെ നമുക്ക് ഉപ്പിട്ട് ശരിക്കും മിക്സ് ചെയ്ത് ഒഴിച്ചാലും മതിയാവും. ഉപ്പിട്ടിട്ട് സാധാരണ ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കും. അപ്പം നന്നായിട്ട് മിക്സ് ആവും. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഇതാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. കുറച്ച് വീതം ഒഴിച്ചു കൊടുക്കുന്നു. അപ്പം നമ്മളിത് മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇച്ചിരി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി ഓയിൽ കേട്ടോ, ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാനകത്തിട്ട് കേട്ടോ. ഇപ്പം നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് കുറച്ച് ചൂട് അങ്ങോട്ട് പോയി കഴിയുമ്പം നമുക്കത് ഇതുപോലെ, ഞാൻ എപ്പോഴും എൻ്റെ കൈയുടെ ഈ ഭാഗമാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇങ്ങനെ കൊടുക്കുമ്പോൾ നല്ല ലൂസായിട്ട് വരും. നമ്മൾ ഇച്ചിരി എണ്ണയും കൂടെ ഉപയോഗിക്കുമ്പോഴേക്കും ഇത് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ. കൈ പൊള്ളല്ലേ, നല്ല ചൂടുണ്ട്, അത്യാവശ്യം ചൂടുണ്ട്. നിങ്ങൾക്ക് അറിയാമല്ലോ കുഴയ്ക്കുന്നവർക്ക്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിനെ ചെയ്ത് ഒരു ഉണ്ട പോലാക്കി നമുക്കിവിടെ വെക്കാം. എന്നിട്ട് വേണം നമുക്ക് ഇതിനകത്ത് വെക്കേണ്ട നമ്മുടെ തേങ്ങാപ്പീരയും സംഭവമൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാൻ. ഓക്കെ, ഇത് നമ്മുടെ ശർക്കരയാണ്, നല്ല ശർക്കര. ഇതിട്ട് ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നപ്പോഴേക്കും കൊണ്ടുവന്നതാണ്. അമ്മച്ചി പറഞ്ഞു ഒന്നുകിൽ നിങ്ങൾക്ക് ശർക്കര ചിരണ്ടി ഇട്ടാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിലിട്ട് ഇതുപോലെ കുറുക്കിയെടുക്കാം. എനിക്കൊന്നുകൂടെ വെള്ളത്തിലിട്ട് നമ്മുടെ ചീനിച്ചട്ടി വെച്ച് വെള്ളത്തിലൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കത്തില്ലേ, എന്താ പറയുന്നത്, വിളയിച്ചെടുക്കത്തില്ലേ, അങ്ങനെയാണ് ഞാൻ തേങ്ങ ചെയ്യാൻ പോകുന്നത്. 3/4 ഗ്ലാസ്സോളം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇത് നമ്മുടെ ശർക്കര അലിയിക്കാൻ വേണ്ടിയാണ്. 1/4 ഗ്ലാസിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇതിലേക്ക് നമ്മുടെ ശർക്കര ഇട്ട് കൊടുക്കുക. തിളച്ച വെള്ളമായിരുന്നു, അതുകൊണ്ടാണ് പെട്ടെന്ന് നൂരി പൊട്ടുക കേട്ടോ. അപ്പം നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. അപ്പം ഇത് ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. കുറച്ചുകൂടെയൊക്കെ കട്ടയുള്ളൂ, അതുകൂടെ ഒന്ന് നന്നായിട്ട് അലിക്കട്ടെ കേട്ടോ. നമ്മുടെ നല്ല ജീരകം, ഇച്ചിരി ഏലക്ക, അതുപോലെ തന്നെ ഞാൻ ഇച്ചിരി ചുക്കും ചേർത്തിട്ടുണ്ട്. ചുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ചുക്ക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ പായസം വെക്കുമ്പോൾ എപ്പോഴും തന്നെ നമ്മൾ ചുക്ക് ചേർക്കുമ്പോൾ ആ ചുക്കിൻ്റെ ആ എഫക്റ്റ് എന്ന് പറയുന്നത് സൂപ്പറല്ല, എന്നാ ടേസ്റ്റാണ് എന്ന് പറയുന്ന പോലെ തന്നെയാണ്. ഇനിയിപ്പം നമുക്ക് തേങ്ങാപ്പീരങ്ങളിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാൻ എന്തായാലും ഇതിലേക്ക് കുറച്ച് പശുവിൻ നെയ്യ് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് നട്ട്സും ഒക്കെ വേണേൽ ആഡ് ചെയ്യാം, അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മൾ നല്ല തിന്നായിട്ടാണ് കോഴിക്കോട്ട ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. നന്നായിട്ട് നമുക്ക് മാവ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഉണ്ട ഉരുട്ടി എടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ നടുവിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതുണ്ട്, നടുവിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ എങ്ങനെ ഉണ്ടാക്കാണ്ടത്. ഇത് കണ്ടതേ, ഇതുപോലെ നന്നായിട്ട് പിന്നെ ഒന്ന് പരത്തിയെടുക്കാം. നടുവിന് കുഴിവ് കൊണ്ടുവരണം, കാരണം ഈ കുഴിവിനകത്തോട്ട് വേണമല്ലോ നമ്മുടെ മധുരം എടുത്ത് വെക്കുവാൻ വേണ്ടി. ഇതുണ്ടോ, ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ല വട്ടത്തിൽ നമുക്ക് കിട്ടും കേട്ടോ. ഇതുണ്ടോ വരുന്നേ, കനം കുറച്ച് നമ്മൾ എടുക്കാം. മാക്സിമം കനം കുറച്ച് നമ്മൾ ഇതിനെ കൊണ്ടുവരാം. നല്ല കുഴിഞ്ഞ് വരുന്ന കണ്ടോ നിങ്ങൾ. ഞാൻ മധുരം വെച്ച് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാലോ. ഇതിനെ നമ്മളിങ്ങനെ ഒരുമിച്ച് കൊണ്ടുവരാവേ. ഇതിനെ ഇങ്ങനെ കൂമ്പിച്ച് കൊണ്ടുവരണം നമ്മൾ കേട്ടോ. നിങ്ങൾക്കറിയാം, കണ്ടോ. എന്നിട്ട് നമ്മൾ ഇതിനെ ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നമ്മളിതിനെ ഉരുട്ടിയെടുക്കും. ഇതിനെ ഇങ്ങനെ ഒന്ന് മൂടി കൊടുത്താൽ മതി. ഇതുണ്ടോ, നമുക്ക് നല്ല ഉരുട്ടി ഇതിനെടുക്കാൻ പറ്റും. ഒരു ബോൾ പോലെ നമുക്ക് പിന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ നിങ്ങളത് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി, അപ്പം നന്നായിട്ട് വരും. ഇതുപോലെ തന്നെ ഇത് മുഴുവൻ ഞാനത് ഉണ്ടാക്കിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ഉണ്ടയെല്ലാം ഉരുട്ടി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പം നമുക്ക് അപ്പച്ചമ്പ് വെച്ച് ആവി കയറ്റാം. ഓ മൈ ഗോഡ്, നല്ല സുന്ദരമായിട്ട് വെന്തിരിപ്പുണ്ട്. എന്തായാലും ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്കിതിനെ ഒന്ന് മുറിച്ച് നോക്കാം എങ്ങനെയുണ്ട്. എന്തായാലും കോഴിക്കോട്ടയുടെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി വരാൻ വേണ്ടി പറ്റിയ സമയമാണിപ്പം. പുറത്തിപ്പോൾ ഒരു സമയം ഒരു 9 മണി ആകാറായിട്ടുണ്ട്. നല്ല വെട്ടമുണ്ട്, നിങ്ങൾ കണ്ടില്ലേ.
എന്നോട് പറയാം നമുക്ക് പുറത്ത് നിൽക്കെങ്കിൽ നല്ല വെട്ടമുണ്ട്, നമ്മൾ ഇവിടെ നിന്ന് ടേസ്റ്റ് നോക്കാം. എന്നെ വിറച്ചിട്ട് വയ്യ. ഇപ്പം തന്നെ ഇതിപ്പോൾ ഐസ് പോലെ ആവും. നമുക്ക് ഒരെണ്ണം പൊട്ടിച്ച് നോക്കാം അല്ലേ എങ്ങനെ വെന്തൂന്ന്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഓ മൈ ഗോഡ്, വാവ്, ഐ കാൺ വെയിറ്റ് ടു ഈറ്റ്. ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്, എനിക്ക് തണുത്തിട്ട് വയ്യ. അടിപൊളിയായിട്ടുണ്ട്. നോക്കി എൻ്റെ കളർ കണ്ടോ? എന്നെ വിറയ്ക്കുക കേട്ടോ, സോറി. കണ്ടോ നല്ല രസമല്ലേ? തിന്ന് നോക്കാവേ. സുരേഷിന് കൊതി വന്നിട്ട് പോയായിരിക്കും ഇപ്പോൾ. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നല്ല തിന്നായിട്ട് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ്. ഓ മൈ ഗോഡ്, നല്ല സോഫ്റ്റ് ആണ്, വിളയിച്ചുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഓ മൈ ഗോഡ്, വിറച്ചിട്ട് പോയാ. അപ്പം എന്തായാലും അടിപൊളിയാണ്. കണ്ടു കൂട്ടാ, നല്ലതാണ്. ഒത്തിരി കാലം കൊണ്ട് കഴിക്കുന്ന സാധനമാണ്. അതിൻ്റെതായ ഒരു പ്രത്യേക രുചിയും കൂടിയുണ്ട്. അതുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടം എല്ലാം പറഞ്ഞ പോലെ എല്ലാം പറഞ്ഞ പോലെ പിന്നെ കാണാം കേട്ടോ. ബൈ ബൈ. ബൈ.